നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വിവാഹശേഷം മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും മാറി നിന്നു. മീനാക്ഷി എന്ന മകളും ഇരുവർക്കും പിറന്നു. 1998 മഞ്ജു വാര്യർ ദിലീപ് വിവാഹം. 14 വർഷത്തിനു ശേഷം 2014 ഇരുവരും വിവാഹമോചിതരാകുകയും ചെയ്തു. ഇവരുടെ വിവാഹം പോലെ ഏറെ ചർച്ചയായതായിരുന്നു വിവാഹമോചനവും. വിവാഹമോചനത്തിനു ശേഷം കല്യാൺ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടായിരുന്നു മഞ്ജു ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തുന്നത്. ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കും മഞ്ജു വീണ്ടും കാലെടുത്തു വെച്ചു. മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചു. ഇവർക്ക് മഹാലക്ഷ്മി എന്നൊരു മകളുണ്ട്. ഇപ്പോഴും ഇവരുടെയെല്ലാം വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറുന്നത്. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് നൽകിയ ഒരു അഭിമുഖത്തിലെ രസകരമായ കാര്യങ്ങളാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സംവിധായകൻ ശാന്തിവിള ദിനേശാണ് ഓർമ്മിപ്പിക്കുന്നത്. മഞ്ജു വാര്യരെ പ്രണയിക്കുന്നതിന് മുമ്പുള്ള ദിലീപിന്റെ പ്രണയമൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മഞ്ജു വാര്യരെ പ്രേമിക്കുന്നതിന് മുൻപ് വേറെ ആരെയെങ്കിലും പ്രേമിച്ചിരുന്നോ എന്നായിരുന്നു അഭിമുഖമെടുത്ത ആളുടെ ചോദ്യം. ഇതിന് ഉണ്ട് എന്ന ഉത്തരമാണ് ദിലീപ് നൽകിയത്. ഡിംപിൾ കപാഡിയെ പ്രേമിച്ചിരുന്നു, പക്ഷെ അവർ അറിഞ്ഞില്ല ഞാൻ അവരെ പ്രേമിച്ചത് എന്നായിരുന്നു ദിലീപ് അന്ന് രസകരമായ രീതിയിൽ ഉത്തരം പറഞ്ഞത്. അന്ന് ദിലീപിനേക്കാൾ 10 വയസ്സിന്റെ മൂപ്പുണ്ട് ഡിംപിളിനെന്നും ശാന്തിവിള പറയുന്നു. സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്നയുടെ ഭാര്യയാണ് ഡിംപിൾ. ബോബിയൊക്കെ കണ്ടതുകൊണ്ടാകും ഡിംപിളിനെ ദിലീപ് പ്രേമിച്ചത്. എന്റെ കാമുകി വേറെ കല്യാണം കഴിച്ചു. അമ്മയും പിന്നെ അമ്മൂമ്മയുമായി. എന്റെ കാമുകി വല്ലാതെ അങ്ങ് വളർന്നു. ദൈവമേ, അവർ ഇതൊന്നും അറിയല്ലേ എന്നും ദിലീപ് ചിരിച്ചുകൊണ്ട് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മഞ്ജു പൊസസീവായ ഭാര്യയാണോ എന്നായിരുന്നു അടുത്ത ചോദ്യം. അത് സ്വാഭാവികമായിരുന്നു എന്നാണ് ദിലീപ് നൽകിയ ഉത്തരം. ഏത് ഭാര്യയായാലും പൊസസീവാകും. പ്രേമിച്ചു നടക്കുമ്പോഴുള്ള സ്നേഹം വിവാഹം കഴിച്ചാൽ കാണില്ല എന്നുള്ളത് മിക്ക ഭാര്യമാരുടെയും പരാതിയാണ്. എന്തു തോന്നുന്നു എന്നായി അവതാരകന്റെ അടുത്ത ചോദ്യം. പ്രേമിക്കുന്നതിനിടയിൽ നമ്മൾ സമയം കണ്ടെത്തി കാമുകിയെ കാണാൻ പോകും. എന്നാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തൊട്ടടുത്തുണ്ടാകും. കല്യാണത്തിനു ശേഷം വീട്ടിലെത്താൻ അരമണിക്കൂറോ 1 മണിക്കൂറോ വൈകും. കുറച്ചൊക്കെ ഉഴപ്പും. അത് കാണുമ്പോൾ ഭാര്യ വിചാരിക്കും അന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന്. എന്റെ കാര്യത്തിൽ പഴയതിനേക്കാൾ വലിയ തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് വീട്ടിലെത്താൻ കഴിയില്ല എന്നും ദിലീപ് അഭിമുഖത്തിൽ പറയുന്നതായാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. ഇതേസമയം മഞ്ജുവും ദിലീപും തങ്ങളുടെ സിനിമാ തിരക്കുകളിലാണ്. കൈനിറയ ചിത്രങ്ങളാണ് ഇരുവർക്കുമുള്ളത്. ദിലീപിന്റെ ദി പവി കെയർടേക്കർ എന്ന ചിത്രമാണ് റിലീസ് ചെയ്തത്. നടൻ വിനീത് കുമാറാണ് ചിത്രത്തിന്റെ സംവിധാനം. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. തങ്കമണി, വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര, കേശു, ഈ വീടിന്റെ നാഥൻ എന്നീ ചിത്രങ്ങൾ ദിലീപിന്റേതായി പുറത്തെത്തിയിരുന്നു. എന്നാൽ പഴയ പൊലിമയിലേക്ക് ദിലീപ് ചിത്രങ്ങൾ എത്തുന്നില്ല എന്ന പരാതി പല ആരാധകർക്കും ഇപ്പോഴുണ്ട്. അത് പവി കെയർടേക്കറിലൂടെ കുറയ്ക്കുവാൻ സാധിച്ചു എന്നാണ് വിവരം. രണ്ടാം വരവിൽ മഞ്ജുവാകട്ടെ അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും ചൂടുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെയും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നു. ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ബോളിവുഡിലും നടി ചുവടുവെക്കുന്നതായി വാർത്തകളുണ്ട്. മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.